എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയാണ് കേട്ടോ. ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്തേക്കൊക്കെ. ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, വറുത്തരച്ച കോഴിക്കറിയാണ്. കറിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ 500 ഗ്രാം പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ചെറിയുള്ളി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ 3 പ്രാവശ്യം പിഴിഞ്ഞതാണ്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്, ഇത് 3-ാം പാല്. പിന്നെ ഒരു 750 ml വെള്ളം ഞാൻ കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിടിക്ക് വേണ്ട ഉണ്ട തയ്യാറാക്കി എടുക്കണം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഇത് ഒരുപാട് വെള്ളമായി കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ കയ്യിൽ അത് ഒട്ടി പിടിക്കാത്ത രീതിയിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഇത് കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാലിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പിടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.